വിയറ്റ്നാമിൽ വീശിയടിച്ച് യാഗി ചുഴലിക്കാറ്റ്. വിയറ്റ്നാമിൽ വടക്കൻ പ്രവിശ്യയിലുണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 143 കടന്നു. 58 പേരെ കാണാതായി. പാലങ്ങളും നിരവധി കെട്ടിടങ്ങളും തകർന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് പല ഭാഗങ്ങളിലും റോഡ് ഗതാഗതം പൂർണ്ണമായും താറുമാറായി. ഏഷ്യയിലെ ഈ വർഷത്തെ ഏറ്റവും തീവ്രതയേറിയ ചുഴലിക്കാറ്റായി യാഗി കഴിഞ്ഞ ദിവസമാണ് വിയറ്റ്നാമിൽ തീരം തൊട്ടത്. 30 വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് കൂടിയാണ് യാഗി. കനത്ത മഴയെ തുടർന്ന് 764 പേർക്ക് പരിക്കേറ്റതായാണ് കണക്ക്. വ്യവസായിക മേഖലയിൽ ഉൾപ്പെടെ 1.5 ദശലക്ഷം ആളുകൾക്ക് വൈദ്യുതി ലഭ്യമല്ല. തെക്കൻ ചൈന കടലിൽ ഓഗസ്റ്റ് 30 രൂപം കൊണ്ട യാഗി ആദ്യം തീരത്തൊട്ട ഫിലിപ്പീൻസിൽ 16 പേരുടെ ജീവൻ അപഹരിച്ചിരുന്നു. മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രത്തിൽ താപനില ഉയരുന്നതാണ് കടുത്ത ചുഴലിക്കാറ്റുകൾക്ക് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വിയറ്റ്നാമിലെ കൃഷി മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ജീവഹാനിക്ക് പുറമെ യാഗി ചുഴലിക്കാറ്റ് ഏകദേശം 2,10,000 ഹെക്ടർ വിളകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഹനോയിയിലെ റെഡ് നദിയുടെ ജലനിരപ്പ് ഓരോ മണിക്കൂറിലും 10 സെന്റിമീറ്റർ ഉയരുന്നതായി ചൊവ്വാഴ്ച വൈകി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ഒരാഴ്ചയോളം വിദ്യാർത്ഥികൾ വീടുകളിൽ കഴിയാൻ അധികൃതർ നിർദ്ദേശം നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. യാഗി ശനിയാഴ്ച രാജ്യത്തെ ബാധിച്ചു. മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റും മഴയും പതിറ്റാണ്ടുകളായി കാണാത്ത വെള്ളപ്പൊക്കത്തിന് കാരണമായതായി പ്രദേശവാസികൾ പറയുന്നു. തലസ്ഥാന നഗരമായ ഹനോയിയിൽ 2008 മുതൽ കാണാത്ത അളവിലാണ് വെള്ളപ്പൊക്കമുണ്ടായത്. അതേസമയം നഗരത്തിന്റെ ചരിത്ര കേന്ദ്രത്തിൽ കൂടുതൽ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. തലസ്ഥാനത്തിലൂടെ ഒഴുകുന്ന വീർത്തതും വേഗത്തിൽ ഒഴുകുന്നതുമായ ചുവന്ന നദിക്ക് സമീപം താമസിക്കുന്ന 50-കാരിയായ ഫാൻതി ട്വേറ്റ് പറഞ്ഞു. ഇത്രയും ഉയർന്ന വെള്ളം താൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. ബോട്ടിൽ തന്റെ 2 നായ്ക്കളെയും കെട്ടിപ്പിടിച്ച വീടുകൾ വെള്ളത്തിനടിയിലായ മറ്റ് താമസക്കാർക്കൊപ്പം ഞാൻ കഴിയുകയാണ്. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഉയർന്ന സ്ഥലത്തേക്ക് വരേണ്ടി വന്നു. ഞങ്ങൾക്കൊപ്പം ഫർണിച്ചറുകളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല. എല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. പ്രായമായ വ്യക്തികളെയും കുട്ടികളെയും ഒഴിപ്പിക്കാൻ റെസിഡൻഷ്യൽ ഏരിയകളിലേക്ക് പ്രവേശിക്കാൻ രക്ഷാപ്രവർത്തകർ പ്രവർത്തിച്ചു. അതിനിടെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരുടെ ബന്ധുക്കൾ പുലർച്ചെ തന്നെ സഹായത്തിനും വിതരണത്തിനുമുള്ള അടിയന്തര കോളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. മരിച്ചവരും കാണാതായവരും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 752 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കൃഷി മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച പറഞ്ഞു. ഏഷ്യയിൽ ഈ വർഷമുണ്ടായ ഏറ്റവും ശക്തിയേറിയ കാറ്റാണ് യാഗി. വിയറ്റ്നാമിൽ ശനിയാഴ്ച മുതൽ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ തീരത്ത് കനത്ത മഴയാണ് പെയ്യുന്നത്. തുടർന്ന് രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും വൈദ്യുതിയും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. ക്വിന്നിൻ, ഹൈപ്പോങ് എന്നിവിടങ്ങളിലാണ് യാഗി ഏറ്റവും കൂടുതൽ ദുരിതം വിധിച്ചത്. തദ്ദേശീയ വിദേശ കമ്പനികളുടെ നിരവധി നിർമ്മാണ കേന്ദ്രങ്ങളാണ് വിയറ്റ്നാമിലുള്ളത്. ശക്തമായ കാറ്റിൽ LG ഇലക്ട്രോണിക്സിന്റെ ഭിത്തി തകർന്നു വീണു. ജീവനക്കാർ സുരക്ഷിതരാണെന്ന് കമ്പനി പിന്നീട് അറിയിച്ചു. ഫുദോ പ്രവിശ്യയിലെ തിരക്കേറിയ പാലം തകർന്നു വീണതും ഏറെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലാങ്സൺ, കോവോ ബാങ്, യെൻബായ്, തായ്, എൻജിയാൻ പ്രവിശ്യകളിൽ പ്രളയ സാധ്യത കൂടുതലാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയിൽപ്പെട്ട 30ഓളം ബോട്ടുകൾ മുങ്ങി. 3300 വീടുകൾ, 1,00,000-ലധികം ഹെക്ടർ ഭൂമിയിലെ കൃഷി എന്നിവയും നശിച്ചു. വിയറ്റ്നാമിലേക്ക് എത്തുന്നതിന് മുമ്പ് ചൈനയുടെ തെക്കൻ മേഖലയിലും ഫിലിപ്പീൻസിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. 24 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.